വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ചായിട്ടോ. അപ്പോൾ എനിക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം കിട്ടാറില്ല. അപ്പോൾ എന്നും ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ ഇന്ന് മുതൽ ഇടണം അങ്ങനെ. പക്ഷെ എന്തോ അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പം ഇനി മുതൽ ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ബ്യൂട്ടി റിലേറ്റഡ്, ബ്യൂട്ടി എന്ന് പറയാൻ പറ്റില്ല, സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുട്ടി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്, ഒരു സ്കിൻ കെയർ വീഡിയോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഇവിടെ വന്നതിന് ശേഷമാണ്, അതായത് ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാനിവിടെ വന്നത് നവംബറിലാണ്. അല്ല, ഒരു നവംബർ മുതലുള്ളൊരു റുട്ടീനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു. ആൻഡ് പിന്നീട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ കെയർ ഒരു മിനിറ്റ്, ഓക്കെ, ആരോ നോക്ക് ചെയ്തപോലെ തോന്നി. ഇപ്പം ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണ്, അതാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം പിന്നീട് ഞാൻ എന്താ പറഞ്ഞു വന്നേ, പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനാ? നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ എന്താ പറയുക, നല്ല പ്രോട്ടീനും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലാണ് അതും ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര നല്ലതാണ്, അങ്ങനെയൊന്നും അല്ലാതെ ഞാൻ പറയുന്നത്, ബട്ട് അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പം പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത്. ആൻഡ് ഓൾസോ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയുക, വൈറ്റ് പൊടി പോലെ വരുമായിരുന്നു, അതൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ കെയറിലേക്ക് മാറിയതിന് ശേഷം കുറേ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ലൈക്ക് എന്താ പറയുക, ഓരോ ഞാൻ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡി ലോഷൻ ഇട്ട് ബോഡി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസിനിടണ മോയ്സ്ചറൈസർ ആയിരിക്കില്ല ബോഡിക്ക് ഇടണേ. ബോഡിക്ക് ഇടുന്ന മോയ്സ്ചറൈസർ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലത് അപ്ലൈ ചെയ്യാൻ പറ്റിയതുണ്ട്, ബട്ട് പൊതുവെ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ആരും തന്നെ നമ്മൾ ബോഡി മോയ്സ്ചറൈസർ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇതൊരു പുതിയ മോയ്സ്ചറൈസർ, ഞാൻ വാങ്ങിച്ചിട്ട് 2 വീക്സേ ആയിട്ടുള്ളൂ. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാസ്ലിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു. അതും ഓക്കെയാണ്. ഇതിപ്പോൾ ഞാൻ നൈക്കയിൽ ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വാണ്ടർലസ്റ്റ് കൺട്രി റോസ് ആണ് ഇതിൻ്റെ ഫ്ലേവർ. ഇതൊരു ലൈക്ക് റോസിൻ്റെ ഒരു ഫ്ലേവറാണ്, കുറച്ച് ഗേളിഷ് ടൈപ്പ് ഓഫ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പല പല ഫ്ലേവേഴ്സും ഉണ്ട്. ലാവൻഡർ, ജാസ്മിൻ, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് തീരുമ്പോൾ ഓരോ ഫ്ലേവേഴ്സും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതാ നല്ലതെന്ന് അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത്, ബോഡി മോയ്സ്ചറൈസർ ഒരു ബോഡി ലോഷൻ. അപ്പോൾ ഞാൻ കുളി കഴിയുമ്പോൾ തന്നെ കാലിലും കയ്യിലും ഒക്കെ ഞാനിത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തു, ഞാൻ കുളി കഴിയുമ്പോൾ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ബോഡി ലോഷൻ. പിന്നെ അടുത്ത സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ, കാണാൻ പറ്റുന്നുണ്ടോ, ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പേരെനിക്ക് ഓർമ്മയില്ല, ഒരു മോയ്സ്ചറൈസറാണ് അത്. പക്ഷെ മോയ്സ്ചറൈസർ അത് നല്ലതാണ്, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജെല്ലി കൈൻഡ് ഓഫ് ആണ്. എനിക്ക്
ക്രീം ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ളതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അത് കുറച്ച് ജെല്ലി ടൈപ്പാണ്. എനിക്ക് പൊതുവെ ഇങ്ങനെ ജെല്ലി ടൈപ്പ് ഒന്നും ഇഷ്ടമല്ല. ലൈക്ക് ഫേസ് വാഷ് ആയാലും അതുപോലെ തന്നെ എന്താ പറയുക മോയ്സ്ചറൈസർ ആയാലും ഒന്നും എനിക്ക് ജെല്ലി കൈൻഡ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇഷ്ടം. അപ്പോൾ അത് തീരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അടുത്തത് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടോ ക്രീമി. ആക്ച്വലി ഇത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഏതൊക്കെയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫീസിൽ പോകുമ്പോഴൊക്കെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും അപ്ലൈ ചെയ്യും, ബിക്കോസ് നല്ലതാണല്ലോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വെറ്റായിട്ടിരിക്കുമല്ലോ, അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഫാനിൻ്റെ അവിടെ പോയി ഇരുന്നാൽ മതി കേട്ടോ. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഒന്ന് കാറ്റ് കൊള്ളാനായിട്ടിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കാണ്. അപ്പോൾ അതാണ് കേട്ടോ, നമ്മളിന്ന് ടാപ്പ് ചെയ്ത് റെഡി ആയിട്ട് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് വന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. ഇതും ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ ഞാൻ പലതും യൂസ് ചെയ്തിട്ടുണ്ട്. ലോട്ടസിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലാക്മേയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നിയ സൺസ്ക്രീൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഞാൻ കുറേ പേരുടെ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ സ്കിൻ അങ്ങനെ വേറെ വേറെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് അത് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യില്ല. ഇഫ് യു കംഫർട്ടബിൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യുക. പക്ഷേ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ് സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ ഞാൻ ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യില്ല കേട്ടോ. പക്ഷേ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. ഞാൻ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ചെയ്തിരിക്കും. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയം ഒരു 11-11:30 ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ലോണം സൺലൈറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണം. അതിപ്പോൾ സൺലൈറ്റ് ഇല്ലെങ്കിലും ഞാൻ യൂസ് ചെയ്യും സൺസ്ക്രീൻ. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള ശീലമാണ്. പണ്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ഇത് കണ്ടോ കുറച്ച് വാട്ടറി കൈൻഡ് ഓഫ് ഒരു ഫീലാണ്. ആൻഡ് ഈ സൺസ്ക്രീന് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ നല്ലോണം ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് നല്ല രീതിയിലിരിക്കും. ഒട്ടും ഇങ്ങനെ ലൈക്ക് ഭയങ്കര പാണ്ട് പിടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് ഇതിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ സൺസ്ക്രീൻ ഇട്ടു എന്ന് വെച്ച് തെറ്റൊന്നുമില്ല കേട്ടോ. ലൈക്ക് പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇടാവുള്ളൂ, സൺബേൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടേണ്ടത്, അങ്ങനെയൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. സൺസ്ക്രീനും നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും വെറുതെ ഇരിക്കുന്ന വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ഇടാനല്ല പറയുന്നത്. ലൈക്ക് നമ്മൾ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ പോലെ ചെയ്യാനാണ് കേട്ടോ നല്ലത്. ആൻഡ് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെയും രാവിലെ കുളിച്ച് കഴിയുമ്പോൾ ഒരു റൊട്ടീൻ ഉണ്ടാവും സ്കിൻ കെയറിൻ്റെ, അതുപോലെ തന്നെ നൈറ്റ് റൊട്ടീനും ഉണ്ടാകും. പക്ഷെ ഞാനങ്ങനെ നൈറ്റ് റൊട്ടീനൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ പൊതുവെ എൻ്റെ ഒരു പോളിസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കുളി കഴിയുന്നു അപ്പം ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ വൈകുന്നേരമാണ് കുളിക്കണമെങ്കിൽ വൈകുന്നേരം ചെയ്യും, രാവിലെ ആണെങ്കിൽ രാവിലെ ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ബേസിക് സ്കിൻ കെയർ ആണല്ലോ, ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ പ്രത്യേകിച്ച് സ്കിൻ കെയറിൽ കണ്ണെഴുതാ പൊട്ടുതോട അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം അത് സ്കിൻ കെയർ ആയിട്ട് കൂട്ടില്ലല്ലോ. അത് എന്താ പറയുക, നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുമല്ലോ ഒന്ന് കുറച്ച് അപ്പീലിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടി. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇത് ബേബി ലിപ്സ് ആണ് കേട്ടോ, ബേബി ലിപ് ബാം. ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങടേക്ക് വരാൻ സമയത്ത് വാങ്ങിച്ച ലിപ് ബാം ആണ്. ഇതുവരെ ഇത് തീർന്നിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാറുണ്ട്, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് തീർന്നിട്ടില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാറുണ്ട്. കണ്ടോ, ഒരു പിങ്ക് കളറാണ്.
ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ റൂട്ടീൻ എന്നുള്ളത്. അപ്പോൾ ഇത്ര ഉള്ളൂ കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ പറയുക, വീക്കെൻഡ്സ് അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഈ നെയിലൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടായി, ഇപ്പോൾ അത് പോയി, ഇതിപ്പോൾ എനിക്കിനി മാറ്റണം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യും. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ബേസിക് സ്കിൻ കെയർ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.